ഇന്ന് ലോക ശ്രവണ ദിനമാണ്. എല്ലാ വർഷവും മാർച്ച് 3 കേൾവി ദിനമായി ആചരിക്കുന്നു. കേൾവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും കാതുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പുതിയ തലമുറയിൽ ദശലക്ഷക്കണക്കിനു പേർ ബധിരതയോ കേൾവിക്കുറവോ നേരിടുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. 80% പേരിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. കാതുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ശരിയായ അവബോധമില്ലാത്തതും തെറ്റായ ധാരണകളും പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തടസ്സമാകുന്നു. ബോധവൽക്കരണത്തിലൂടെ വെല്ലുവിളികളെ മറികടക്കുകയാണ് ലോക ശ്രവണ ദിനം ലക്ഷ്യമിടുന്നത്. WHO കണക്കനുസരിച്ച് ഒരു 80% കേൾവിക്കുറവുള്ള വ്യക്തികൾ ഒരു ഡോക്ടറെ സമീപിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു സോഷ്യൽ സ്റ്റിഗ്മയാവാം, സമൂഹത്തിലുള്ള ആ കേൾവിക്കുറവിനോടുള്ള സമീപനമാവാം. നമുക്കൊരു കണ്ണട വെക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒരു ഹിയറിംഗ് എയ്ഡോ അല്ലെങ്കിൽ കേൾവിക്കുറവുണ്ടെന്ന് പറയാൻ നമുക്ക് നാണക്കേടാണ്. അപ്പോൾ ഈ ചിന്താഗതികൾ മാറണം. എന്നുവെച്ചാൽ കേൾവിക്കുറവ്, പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ളവർ കേൾവി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലേക്ക് ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ നമുക്കൊരു കോൺവെർസേഷനിൽ ഭാഗമാകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം സംഭവിക്കാം. സംസ്ഥാനത്ത് ഈ ദിനത്തിൽ ശ്രവണ പരിചരണത്തെക്കുറിച്ചുള്ള സെമിനാറുകളും സൗജന്യ ചികിത്സാ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24.